പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസിക്ക് മുന്നിൽ റോഡിൽ നിന്നുള്ള വഴി തടഞ്ഞും പുറത്തുനിന്നുള്ള കാഴ്ച മറച്ചും ആരോഗ്യവകുപ്പിന്റെ വക കൂറ്റൻ മതിൽ. ഇതോടെ പുറത്തുനിന്നെത്തുന്ന രോഗികൾക്ക് ചുരുങ്ങിയ ചെലവിൽ മരുന്നുകൾ വാങ്ങി പെട്ടെന്ന് തിരിച്ചു പോകാനുള്ള അവസരമാണ് ഇല്ലാതായത്. പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ മതിലമളികൾ ഭാഗം 2. കുറച്ചു നാളുകൾക്ക് മുൻപ് താലൂക്ക് ആശുപത്രി കോമ്പൗണ്ടിന് മതിൽ പണിതത് ജഗതി ശ്രീകുമാർ ചെയ്ത കഥാപാത്രം വാസു ആശാരി കട്ടിൽ പണിത പോലെയായിരുന്നു. ഒരു വാഹനം മതിലിനകത്ത് നിർത്തി ചുറ്റോടു ചുറ്റും മതിൽ കെട്ടിപ്പൊക്കി. ഈ വാഹനം എങ്ങനെ പുറത്തിറക്കുമെന്ന് കണ്ടവരൊക്കെ ചോദിച്ചു. മാധ്യമങ്ങൾ നിരന്തരം വാർത്ത നൽകിയപ്പോൾ ആ പ്രശ്നം പരിഹരിച്ചു. മതിൽ പൊളിച്ചു, വാഹനം പുറത്തെത്തിച്ചു. പക്ഷെ അതിനുശേഷം ആ മതിൽ പണിതു. സർക്കാരിന്റെ കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസിക്ക് മുന്നിൽ വഴി തടഞ്ഞുകൊണ്ടായിരുന്നു ആ കൂറ്റൻ മതിൽ ഉയർന്നത്. പുറത്തുനിന്ന് നോക്കിയാൽ കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത വിധം ജയിൽ മതിൽ പോലെ ഉയരത്തിൽ നിർമ്മിച്ച ആ മതിലാണ് പുതിയ താരം. ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസിക്ക് മുൻപിൽ റോഡിൽ നിന്നുള്ള വഴി തടഞ്ഞുകൊണ്ടും പുറത്തുനിന്നുള്ള കാഴ്ച മറച്ചുകൊണ്ടുമാണ് ആരോഗ്യവകുപ്പ് കൂറ്റൻ മതിൽ പണിതത്. നേരത്തെ റോഡരികിൽ വാഹനം നിർത്തി പൊതുജനങ്ങൾക്ക് ഇവിടെ നിന്നും മരുന്നുകൾ വാങ്ങാമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഫാർമസിയിലേക്ക് എത്തണമെങ്കിൽ ആശുപത്രി ഗേറ്റിനകത്ത് കയറി ഇടുങ്ങിയ വഴിയിലൂടെ മതിലിനോട് ചേർന്ന് നടന്നു പോകണം. ഇതിനു മുന്നിൽ എത്തിയാൽ മാത്രമേ ഫാർമസി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പോലും കഴിയുകയുമുള്ളൂ. ആ കാഴ്ചകൾ നമ്മുടെ ക്യാമറാമാൻ സുമേഷ് പകർത്തിയിട്ടുണ്ട്. അതൊന്ന് കാണാം. ഒന്നാം പിണറായി സർക്കാരാണ് താലൂക്ക് ആശുപത്രിയിൽ കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കീഴിൽ ഫാർമസി അനുവദിച്ചത്. റോഡിന് അഭിമുഖമായുള്ള കെട്ടിടത്തിലാണ് ഫാർമസി തുടങ്ങിയത്. റോഡിനോട് ചേർന്നുള്ള കെട്ടിടത്തിൽ ഫാർമസി പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടുന്നവർക്കും മറ്റു പൊതുജനങ്ങൾക്കും ഈ ഫാർമസി ഉപകാരപ്രദമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ കെട്ടിടത്തിന് മുന്നിൽ മതിൽ പണിതപ്പോൾ ഗേറ്റ് സ്ഥാപിക്കുവാനോ ഫാർമസി പുറത്തുനിന്ന് കാണും വിധം മതിൽ താഴ്ത്തി കെട്ടുവാനോ അധികൃതർ തയ്യാറായിട്ടില്ല. ആശുപത്രിയുടെ കെട്ടിടത്തിലെ മുറിയിലേക്ക് ഫാർമസി മാറ്റുമെന്നാണ് അധികൃതർ ഇപ്പോൾ നൽകുന്ന വിശദീകരണം. എന്നാൽ അപ്പോഴും പുറത്തുനിന്നെത്തുന്ന സാധാരണക്കാർക്ക് ചുരുങ്ങിയ ചെലവിൽ മരുന്നുകൾ വാങ്ങി പെട്ടെന്ന് തിരിച്ചു പോകുവാനുള്ള അവസരം എന്നേക്കുമായി ഇല്ലാതാവുകയാണ്.